റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നീലിമ. ബ്രിട്ടനിൽ തുടരുന്ന ശക്തമായ ചൂട് തരംഗത്തിനിടെ തുറന്ന ജലാശയങ്ങളിൽ നീന്തുന്നതിനെതിരെ സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പ്. സമീപ ദിവസങ്ങളിലായി കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ വെള്ളത്തിൽ മുങ്ങിമരിച്ചതിനെ തുടർന്നാണ് മുന്നറിയിപ്പ് ശക്തമാക്കിയത്. റോയൽ ലൈഫ് സേവിംഗ് സൊസൈറ്റി പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ വായുവിൽ ചൂട് കൂടുതലായാലും ജലത്തിന്റെ താപനില ഇപ്പോഴും അപകടകരമായി കുറഞ്ഞ നിലയിലാണെന്ന് വ്യക്തമാക്കി. ഇത് കോൾഡ് വാട്ടർ ഷോക്ക് ഉണ്ടാക്കി ആളുകൾക്ക് ശ്വാസതടസ്സം, ശരീര നിയന്ത്രണം നഷ്ടപ്പെടൽ തുടങ്ങിയ ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കാമെന്നും അധികൃതർ അറിയിച്ചു. ചൂട് കൂടിയ ദിവസങ്ങളിലായി കുറഞ്ഞത് 7 യുവാക്കളും ഒരു വയോധിക സ്ത്രീയും 60കളിലുള്ള ഒരു പുരുഷനും വെള്ളത്തിൽ മുങ്ങിമരിച്ചു. സ്വാൻ ഹോം ലേക്സിൽ 15 വയസ്സുകാരനായ ഡെക്ലിൻ സോയർ മുങ്ങിമരിച്ചു. വെസ്റ്റ് ആംഗിൾ ബേ തീരത്ത് 72കാരിയായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ബാങ്ക് ഹോളിഡേ ദിനമായ തിങ്കളാഴ്ച ലീഡ് ബീറ്റർ ഡാമിൽ 13കാരനായ റീക്കോ പൂട്ടോ മരിച്ചു. അതേസമയം കിങ്സ്ബറി വാട്ടർ പാർക്കിലും റോദർ വാലി കൺട്രി പാർക്കിലും 2 കൗമാരക്കാരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ട്രെൻ ഗേൾസ് ബീച്ചിൽ ബന്ധുക്കളെ രക്ഷിക്കാൻ കടലിലിറങ്ങിയ 60കളിലുള്ള പുരുഷനും മരണപ്പെട്ടു. ഇതിനിടെ റോയൽ നാഷണൽ ലൈഫ് ബോട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആളുകൾക്ക് ലൈഫ് ഗാർഡുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിൽ മാത്രം നീന്താൻ നിർദ്ദേശം നൽകുന്നു. വെള്ളത്തിലിറങ്ങുമ്പോൾ പതുക്കെ ഇറങ്ങണമെന്നും അധികൃതർ അറിയിച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിനിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.